അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് തമിഴിൽ കണ്ടിട്ട് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണെന്ന്. ഞങ്ങളപ്പോ ഒരു 2 മാസം, ശരിക്കും പറഞ്ഞാൽ 2 മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാല് ഹാഫ് മോണിറ്റൈസേഷൻ. അപ്പോ നമുക്ക് കുറെ മെസ്സേജസ് പേഴ്സണലി, പിന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയത്, എങ്ങനെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്, അങ്ങനെയെല്ലാം ചോദിച്ച് കുറെ പേര് നമുക്ക് മെസ്സേജ് അയക്കലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ആണത്, ചെറിയൊരു ടിപ്സ് ട്രിക്സ്, പിന്നെന്താ, പിന്നെ ദൈവാനുഗ്രഹം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ. സ്റ്റാർട്ട് ചെയ്തത് മെയ് 5th 2025 സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് മറ്റേ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ വീഡിയോ ആരും കണ്ടില്ല, പുറലോകം കണ്ടില്ല. ഇട്ടപ്പോ തന്നെ സ്ട്രൈക്ക് വന്നു. മറ്റേ ഏത് സിനിമയത്, അത് തുടരും സിനിമയിലെ മറ്റേ പാട്ട് കൺമണി പോയി, ആ പാട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ പോലെ ചെയ്തതാണ്. പക്ഷെ അത് ഇട്ടപ്പാടും സ്ട്രൈക്ക് വന്നു. നമ്മള് ഫസ്റ്റ് വീഡിയോക്ക് തന്നെ സ്ട്രൈക്ക് കിട്ടി. അതോടെ നമ്മള് ഇല്ലാണ്ടായി. ഇനി എന്ത് ചെയ്യും? അതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇല്ലാണ്ടായി. ഇല്ല, നമ്മള് വൈകുന്നേരം നേരം എന്താ ചെയ്യലെന്ന് അറിയാണ്ട് അവസാനം അന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ മനസ്സ് പറഞ്ഞു, അന്ന് തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പാട്ട് മാറ്റിയിട്ടിട്ട് വൈകുന്നേരം ഒരു 7 മണിക്കോ 6 മണിക്കോ ഒറ്റാണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമുക്ക് ഓർമ്മയില്ലേ? കേറിന്ന് വെച്ചാല് അതന്നെ നമുക്ക് 1K കഴിഞ്ഞപ്പോ തന്നെ കാരണം നമ്മള് ഇഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് 2 കൊല്ലം വരെ അവർക്ക് 600-700 ഒക്കെ വ്യൂസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഒക്കെ 1K കണ്ടപ്പോ നമ്മൾ ഞെട്ടിപ്പോയി. പിന്നെ സെക്കൻഡ് വീഡിയോ എന്താ ഇടേണ്ടതെന്ന് അറിയില്ല. സെക്കൻഡ് വീഡിയോ ഒന്നിട്ടു. പിന്നെ കണ്ടിന്യൂസ്ലി 3 മന്ത്സോളം നമ്മൾ വീഡിയോ ഇട്ടാലേ നമുക്കൊരു ഒരു മോണിറ്റൈസേഷൻ ആവാനുള്ള ഇത് കിട്ടുന്ന ഞാൻ പറഞ്ഞ് കുറെ യൂട്യൂബേഴ്സ് പറഞ്ഞു കേട്ടനെ. അപ്പൊ പിറ്റേ ദിവസം ഇടാൻ വീഡിയോ ഇല്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വെറുതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടു. അതിട്ടപ്പോ 2.1 നമ്മളെ അങ്ങനെ. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ വരാൻ തുടങ്ങി. നമ്മള് ഇതും കാണാൻ ആൾക്കാരുണ്ട്. നമ്മൾക്ക് ആദ്യം 2.1 1.1 വലിയ കാര്യമായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടു. പിന്നെ ഫസ്റ്റ് നമ്മളെ കുറച്ച് ക്ലിക്കായ വീഡിയോ ഞാനും ചേച്ചി അമ്മയും കളിച്ച ഡാൻസാ, പുലരിക്കുന്ന പൊന്നിൽ അഞ്ചാമത്തെ ദിവസം 10K ആയി. നമ്മൾ ആദ്യത്തെ 10K ആയ വീഡിയോ അതാണ്. അപ്പൊ പിന്നെ 10K ആയപ്പോ പിന്നെ നമുക്ക് അത് 14 അത് 11 പണ്ട് സ്റ്റെക്ക് ആവലുണ്ടായി. കുറെ വീഡിയോസ് ഒരു 11, 10 അങ്ങനെ സ്റ്റെക്ക് ആവില്ല. പിന്നെ അങ്ങോട്ട് എപ്പോഴെങ്കിലും നമുക്ക് അത് 20 കിട്ടി. ആ ഒരു ദൂരെ കിഴക്കുതിച്ചു അങ്ങനെ. പിന്നെ കുറച്ചു ദിവസം കഴിയുമ്പോ നമുക്ക് എന്തോ ഒരു റീസൺ കൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ട, എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളെ പിള്ളേരെ നമ്മളെ വീട്ടിലെ പഴയ വീഡിയോ അത് നീ പെട്ടെന്ന് കാലങ്ങോട്ട് പോയി. അങ്ങനെ എന്തോ വൈകുന്നേരം പെട്ടെന്ന് ബാംഗ്ലൂർ പോണ്ടി വന്നു. അപ്പൊ ഞാൻ നമ്മള് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊരു ഇങ്ങനെ സ്കെഡ്യൂൾ ഒന്നുമില്ല, സൺഡേ എടുക്കും അപ്ലോഡ് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. കിട്ടുമ്പോ ചെയ്യും അങ്ങനെ. അപ്പൊ 2 ദിവസം വീഡിയോ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് എന്റെ കയ്യിൽ പണ്ടേ ഉണ്ടായ ഏതോ പണ്ടത്തെ കുട്ടികളുടെ വീഡിയോ, പിന്നെന്താ ഞാൻ വേറെ എവിടെയോ പോയ വീഡിയോ, അങ്ങനെയല്ല 2 ദിവസം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അല്ല, നമ്മള് പിള്ളേരെ ബോർഡ് കളിക്കാൻ കൊണ്ടുപോയ മറ്റേ അത് 2 ഇട്ടപ്പോ വമ്പൻ ഫ്ലോപ്പ് ആയിരുന്നു പറഞ്ഞാല് 500-800. ഞങ്ങൾക്കത് ഡിപ്രഷൻ. പിന്നെ ഇടുന്ന വീഡിയോസിനും എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ല നമ്മള് ആ 2 വീഡിയോസ് ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ ആടാടിടുന്നത്. ആടാടിട്ടപ്പോഴും വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം 12, 13 നമ്മളൊരു സാറ്റർഡേ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് 12, 13. അപ്പൊ നമ്മൾ 12, 13 എപ്പോഴും കിട്ടുന്നില്ല, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം സൺഡേ
ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് 20-25, പിന്നെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോ 30. അത് പിന്നെ ഈ ആളാണ് നമ്മള് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് കളിച്ചതായിരുന്നു. എന്തോ ഇനി ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നമുക്ക് മതിയാക്കാന്നും പറഞ്ഞിട്ട് വെറുതെ കളിച്ചതാതെ. അധികം പ്രാക്ടീസും ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ട് കളിച്ചു. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 20K വരെ പോകുന്ന വിചാരിച്ചേ. കാരണം നമ്മുടെ എല്ലാ വീഡിയോസിന്റെ മാക്സിമം 20 ആയിരുന്നു ആ സമയത്ത്. 20K വരെ കിട്ടുന്നുണ്ടായിരുന്നു ഷോർട്സിന്. ലോങ് വീഡിയോസിന് ഒരു 700-600 ഇപ്പോഴുള്ള ആവറേജ് തന്നെ അപ്പോഴും ഉണ്ടായിരുന്നു. വലിയ മാറ്റമൊന്നും. അപ്പോ പിന്നെ ഞാൻ ഒരു ഉച്ചക്ക് നമ്മളെന്തോ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഞാൻ എണീക്കുമ്പോഴത്തേക്ക് 1 lakh. ഫസ്റ്റ് അമ്മ ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ കണ്ടു. അമ്മ ഫോൺ കണ്ടിട്ട് വീഡിയോ എടുത്ത് ഇല്ല ഞാൻ കണ്ടിട്ട് ഞാൻ 1 ലക്ഷം. അന്ന് നീ കേക്ക് കൊണ്ടുവന്നല്ലോ? ഇല്ല അന്നല്ല 1 million അല്ല അത് 1 million അല്ല, ഇത് 1 lakh ആയിരുന്നു. പിന്നെ അമ്മ എന്നോരോട് 10 മിനിറ്റ് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ 20-30 കേറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രസിച്ച് വന്നു, പിന്നെ വൈകിട്ടാട്ടം വന്നു. ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ രസിച്ചിനെ വിളിക്കാത്ത ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാൻ തുടങ്ങി. എടാ നീ വയറുകളായി മില്യൺ അടിച്ചല്ലോ എനിക്ക്. മില്യൺ കുറച്ച് നിനക്ക് മില്യൺ അടിച്ചല്ലോ, നീ വയറിലായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഭയങ്കര സന്തോഷായി. നമ്മള് അപ്പൊ അത്രയും ദിവസം നമുക്കിങ്ങനെ 600, 620, 622, 23 അങ്ങനെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ നമ്മളിങ്ങനെ എപ്പോഴാ നമ്മൾ 1000 ആവല്, എപ്പോഴാ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് 1 million ആവുമ്പോ ഒരു 2 ദിവസത്തിനുള്ളില് 1000 കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച ആകുമ്പോ 2000 ആയി. പിന്നെ എല്ലാ ആഴ്ചയിലും നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു ആവേശം വന്നു. ഒന്ന് 1 million ആയി. പിന്നെ അതിപ്പോ 5.5 million ആയത്. അതപ്പോ ആവേശം വന്നപ്പോ പിന്നെ നമുക്ക് എല്ലാം 5 million ആക്കിയാൽ മതിയായി. നമ്മൾ വിചാരിച്ച നാളെ എന്തിട്ടാലും അത് മില്യൺ അല്ല. അധ്വാനിക്കന്നെ വേണം. നമ്മളതിന്റെ അടുത്തുള്ള വീഡിയോസിൽ 1,50,000 ലൈന്. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ 800 വ്യൂസ് ഉള്ള വീഡിയോ എല്ലാം 21K 22K ലൈന്. അപ്പൊ ചീര നനഞ്ഞപ്പോ കുറച്ച് വാഴ നനഞ്ഞപ്പോ കുറച്ച് ചീരകൾ നനഞ്ഞു. അതുപോലെ നനഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് എല്ലാം 1 million ആവും. അപ്പൊ പിള്ളേരെ വീട്ടിട്ടതൊക്കെ അങ്ങനെ. അപ്പൊ നമ്മള് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചത്. അപ്പൊ നമ്മള് എന്താ പഠിച്ചതെന്ന് വെച്ചാല് ഷോർട്സ് ഇട്ടാല് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും. നമുക്ക് ഈ 3 monthsല് 10 million വ്യൂസ് എന്ന് വെച്ചാല് എൻഗേജ്ഡ് വ്യൂസ് ആണ് ഇവര് നോക്കുന്നത് യൂട്യൂബ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ 5.5 million ആയ വീഡിയോന്റെ എൻഗേജ് വ്യൂസ് നമുക്ക് കിട്ടിയത് 3.3 million. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒക്കെ വിചാരിച്ചത് നമ്മൾ ഈ കാണുന്ന വ്യൂസ് ഉണ്ടല്ലോ 5.5 അത് ഫുള്ളായിട്ട് ഒന്ന് കിട്ടുന്ന വിചാരിച്ചാൽ അല്ല, എൻഗേജ് വ്യൂസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഷോർട്സിൽ നമുക്ക് എന്തായാലും 3 monthsൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഷോർട്സിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, പക്ഷെ മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ ലോങ് വീഡിയോസ് തന്നെ ഇടുന്നത്. അപ്പൊ നമ്മൾ ഈ ഷോർട്സ് മില്യൺ അടിച്ചപ്പോ നമ്മൾ ലോങ് വീഡിയോസിനെ മൈൻഡ് ചെയ്തിട്ടില്ല. ലൈവ് പോവായിരുന്നു, അങ്ങനെ വാച്ച് അവർ കിട്ടും. അല്ലാണ്ട് നമുക്ക് ലോങ് വീഡിയോസിന് വാച്ച് അവർ കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഞാന് ഇതിന്റെ ഈ ഒരു അൽഗോരിതത്തിന്റെ ഇതൊന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരാഴ്ച എനിക്ക് ഛർദിയും പനിയും വന്നപ്പോ എനിക്ക് കുറച്ച് സമയം കിട്ടി. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് 4 ദിവസം നല്ല പനിയും ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 4 ദിവസം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പിടിച്ചത്. അമ്മ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ആൾക്കാർ പറയും നമ്മളിപ്പോ അമ്മ നമ്മളെ പേടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പറയുന്നില്ലേ? അപ്പൊ ഞാനത് കേട്ടോണ്ടിരിക്കും. അമ്മേന്റെ എക്സ്പീരിയൻസ് ഇടയിൽ പറയുമല്ലോ. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാനുള്ളത്, നമ്മളെങ്ങനെ ഇപ്പോ ഈ 2 മാസം കൊണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ ആയത് വെച്ചാല് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയത് നമ്മളാ 5.5 million കിട്ടിയ വീഡിയോ കൊണ്ട് ആണ് നമ്മളായത്. നമുക്കിനി മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ വാച്ച് അവർ തന്നെ വേണം. അല്ലാണ്ട് നമുക്ക് ഷോർട്സ് ഇനി വല്ല 2 കോടിയോ മറ്റായാലും 10 million കാണുന്നവരെല്ലാവരും ചെയ്യും. അങ്ങനത്തെ പ്രതീക്ഷയോടെ അതെ പ്രതീക്ഷയാണ് മുന്നില്. യൂട്യൂബിലെ മെയിൻ സാധനം പ്രതീക്ഷയാണ്. ഇന്നാവും നാളെയാവും മറ്റന്നാവും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ഷോർട്സ് ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക്
കൂട്ടാൻ പറ്റും. ലോങ് വീഡിയോസ് ഇട്ടാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നമ്മള് ഇത്രയും കാലം ഈ വാച്ച് അവർ മൈൻഡ് ചെയ്തിട്ടില്ല, എന്നിട്ട് തന്നെ നമുക്കൊരു 700ഓളം കിട്ടിയെന്ന് തോന്നുന്നു വാച്ച് അവർ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി കുറച്ച് 1 ഇയർ കൊണ്ട് 4000 ആയാൽ മതിയല്ലോ, കിട്ടുന്ന വിചാരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കൂടെ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പറഞ്ഞാൽ കേൾക്കും അവര് മെനക്കെട്ട് പണിയെടുക്കുന്നത്. ഇവള് ശനിയാഴ്ച വരും രാവിലെ അതെ അതെ. അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ലൈവില് പോകുമ്പോഴും പുറത്തു പോകുമ്പോഴെല്ലാം കുറെ പേർക്ക് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്കത് എങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻ എനിക്ക് പറ്റുന്നില്ല. ഇഷ്ടമെന്നല്ല, നമുക്കത് യൂട്യൂബിലുള്ളതല്ലേ പോയാലോ തോന്നിപ്പോ ചിലപ്പോ അത് ശരിയാവും, കുറച്ചറിയുമ്പോ ശരിയാവും. അങ്ങനെയല്ലാണ് നമ്മളെ കഥ. ഇനിയിപ്പോ മുന്നോട്ട് പോണെങ്കിൽ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് മസ്റ്റ് ആണ്, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളിടുന്ന ലോങ് വീഡിയോസ് എല്ലാവരും കാണണം, മുഴുവൻ ഇരുന്ന് കാണണം, എന്നെങ്കിലേ വാച്ചവർ കിട്ടുള്ളൂ. ഈ ആപ്പ് മോണിറ്റൈസേഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നുമില്ല. ഫുൾ മോണിറ്റൈസേഷൻ തന്നെ ആവണം. നിങ്ങൾ തന്നെ നമുക്ക് ഈ ആപ്പ് മോണിറ്റൈസേഷൻ കൊണ്ട് ഇപ്പൊ ഈ ലൈവ് സ്റ്റിക്കേഴ്സ് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെന്ന് വെച്ചാല് കമന്റ് വഴി എന്തോ നമുക്ക് പൈസ അയക്കാൻ പറ്റും. നമ്മള് അതൊക്കെ വലിയ 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 യൂട്യൂബേഴ്സിന് അങ്ങനെയൊക്കെ പൈസ കിട്ടുള്ളൂ. നമ്മളെപ്പോലെ സാധാരണ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ടൊന്നും ബിസിനസ് ഇല്ല. നമുക്കൊരു ദിവസത്തെ ഒരു ദിവസം അതെ, എല്ലാവരും കൂടെ നമ്മൾ മാത്രമല്ല അപ്പൊ നമുക്ക് ഈ ഒരു നമുക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നി. മെയിൻ സംഭവം ഇതാണ്, നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തുടങ്ങാൻ നല്ല സമയമാണ്. ഞാൻ കുറെ നോക്കുമ്പോൾ 2025 ബെസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കുറെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അതെല്ലാം നമുക്ക് സിമ്പിളായി നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കോപ്പി അടിക്കാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കണ്ടന്റ്സ്, അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. അതെല്ലാം നോക്കി നമ്മള് സ്ട്രൈക്കും കോപ്പിറൈറ്റും ഒന്നും കിട്ടാണ്ട് പോകും. നമുക്ക് 2 കോപ്പിറൈറ്റ് കിട്ടി. പാട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്ത പാട്ടുണ്ട്, ഷോർട്സിൽ അങ്ങനെ കിട്ടിയത്. അപ്പോ തുടങ്ങുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ കുറെ വീഡിയോസ് കണ്ടു. എല്ലാരും സ്റ്റാർട്ട് ചെയ്യാൻ, എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് യൂട്യൂബ്. നിങ്ങളും തുടങ്ങും, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതെ. അപ്പൊ നമ്മളിനി മുന്നോട്ട് പോകണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും നമ്മുടെ ചാനലില് ലോങ് വീഡിയോസും ഫുള്ള് കാണാം, സ്കിപ്പ് ചെയ്യാൻ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം. ആരെങ്കിലും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കൂടി അവർ അറിഞ്ഞോട്ടെ. പിന്നെ അതെ, റെഫർ ചെയ്യാ. നിങ്ങളാൽ പറ്റുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. കമന്റ് ചെയ്യണം, ലൈക്ക് തരണം, ലോങ് വീഡിയോ നമ്മൾ ഫുള്ള് കാണണം. അതെ അതെ. ഷോർട്സും കണ്ടിട്ട് അതിനൊക്കെ കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഇപ്പൊ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വോയിസും കിട്ടും. അവരെ നല്ലോണം സപ്പോർട്ട്. അതെന്താ പറയാ, നമ്മൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തല്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും മുന്നോട്ട് ഇതുവരെ നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് വലിയ ഇത് സങ്കടപ്പെടണം ഈ യൂട്യൂബ് വഴി ഉണ്ടായിട്ട്. സങ്കടപ്പെടാൻ എന്തായാലും ഉണ്ടായില്ല. ചില ദിവസം ചേച്ചി കിട്ടും തോന്നുന്നില്ല, ചേച്ചി ശരിയാവില്ല, ഞാനിങ്ങനെ പറയുന്നത് നമുക്ക് കിട്ടാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ചില ചേച്ചി പറയും പാറു കിട്ടുക നമുക്ക്. അമ്മ എന്ത് നാക്കില്ലേ ജോലിക്ക് പോയാല് അവിടെ പാറു ഇന്നലത്തെ വീഡിയോ എത്രയാ കാണിക്കുന്നത്, എന്റെ ഇത്രയാ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. അമ്മ നമ്മളെക്കാളും ഇൻട്രസ്റ്റ് അമ്മക്കാണ് ഇതിലിപ്പോ. പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ അമ്മക്ക് കാസ്റ്റിംഗ് കോളെല്ലാം വന്നു. ഏതൊരു സീരിയൽ ഞങ്ങൾ വിചാരിച്ചു നമ്മളെ വിളിക്കാനായിരുന്നു. സോറി, അമ്മക്ക് വേണ്ടിട്ട്. പക്ഷെ അമ്മക്ക് ഇപ്പൊ വയസ്സായതുകൊണ്ട് അത്ര ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റൂല. പിന്നെ അച്ഛനുണ്ട് വീട്ടില്. കാസർഗോഡുള്ള എന്തെങ്കിലും ആണെങ്കിലും എന്തായാലും നമ്മൾ ചെയ്യും. അല്ല, ദൂരാണെങ്കിലും 1-2 ദിവസം കുഴപ്പമില്ല. ഞങ്ങൾക്ക് പ്രത്യേക
എനിക്കിങ്ങനെ അടുക്കള ഉണ്ടാവണം ഇതിങ്ങനെ നല്ലത് അഭിനയിക്കുമ്പോ അവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അടുത്തുള്ളൂ ഇനി സപ്പോർട്ട് ചെയ്യാം എല്ലാം ചെയ്യാം. അപ്പൊ നമ്മൾ വേറൊരു നല്ല ചിറ്റ് ലോങ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ. അത് ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അല്ല ഇനി പറഞ്ഞ ബാക്കി ഫുള്ളാണ്. അതെ. ബൈ. എല്ലാം പറഞ്ഞ പോലെ ബൈ. അമ്മ ബൈ ഒക്കെ